സിനിമകളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളും ലോജിക്കില്ലായ്മയും പറയുന്ന മോഹൻലാൽ സിനിമകളെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. പലരും കമന്റ് ചെയ്ത കാര്യമാണ് എന്തുകൊണ്ട് മമ്മൂട്ടി സിനിമകളിലെ ലോജിക്കില്ലായ്മയെക്കുറിച്ച് പറയുന്നില്ല എന്ന്. ഈ വീഡിയോയിൽ നാം മമ്മൂട്ടി സിനിമകളിലെ ലോജിക്കില്ലായ്മയും അബദ്ധങ്ങളുമാണ് കണ്ടെത്തുന്നത്. 2001 വിനയൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് രാക്ഷസ രാജാവ്. എനിക്കറിയാം. ഇത് മോൾക്ക് കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട്? ഇത്രക്ക് ചെറിയൊരു ബാഗിനകത്താണോ അത്രക്ക് വലിയൊരു പാവ മീന കൊണ്ടുവന്നത്? ചിലപ്പോൾ ഡോറയുടെ കയ്യിലുള്ള ബാഗായിരിക്കാം അത്. സിനിമയിൽ കലാഭവൻ മണിയും മമ്മൂട്ടിയുമായുള്ള ഇങ്ങനൊരു ഫൈറ്റ് രംഗം കാണാം. കലാഭവൻ മണിയുടെ അടികൊണ്ട് കറങ്ങുന്നത് മറ്റാരോ ആണ്. മമ്മൂട്ടിക്ക് പകരം മറ്റാരുടെ മുഖം വ്യക്തമായി കാണാം. ആള് മാറിപ്പോകും വിധമാണ് മണിയുടെ ഇടി. എന്നാൽ ഇതിന് പ്രതികാരം ചെയ്യണ്ടേ? അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയും ഇടിച്ച് ആളെ മാറ്റുന്നുണ്ട്. 2006 IV ശശി ചിത്രമായ ബൽറാം വേഴ്സസ് താരാദാസിൽ അടികൊണ്ട് കറങ്ങുന്നത് സിദ്ദിഖിന് പകരം മറ്റൊരാളാണെന്ന് വ്യക്തമാണ്. സ്റ്റണ്ട് ഡബിൾസിനെ ഉപയോഗിക്കുമ്പോൾ അവരുടെ മുഖം വ്യക്തമാക്കാത്ത രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്നാൽ 1998 മമ്മൂട്ടിയുടെ ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിൽ മറ്റൊരു രീതിയിലും ഡ്യൂപ്പിനെ കാണാം. ഒറ്റ സെക്കൻഡ് കൊണ്ട് മമ്മൂട്ടിയുടെ തടി കുറഞ്ഞു പോവുകയും മുഖം മാറിപ്പോവുകയും ചെയ്യുകയാണ്. അതേ ഡൂപ്പിനെ വ്യക്തമായി കാണാവുന്നതാണ്. 2009 ഷാഫി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് ചട്ടമ്പി നാട്. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ മനോജ് കെ ജയന്റെ കഥാപാത്രം ഒരു വാളും കൊണ്ട് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇങ്ങനെ ഒരു രംഗം കാണാം. സുരാജ് വന്ന് വീഴുമ്പോൾ മനോജ് കെ ജയന്റെ കയ്യിലെ വാൾ ഒടിഞ്ഞു പോകുന്നതും അതിന്റെ പിടി മാത്രം മനോജ് കെ ജയന്റെ കയ്യിലും കാണാം. ഈ ഒരു വാൾ കാണിച്ചുകൊണ്ടാണോ മനോജ് കെ ജയൻ എല്ലാവരെയും ഭയപ്പെടുത്തിയത്? മായാവി സിനിമയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന പോലെയുള്ള ഒരു വാളാണ് ഇതും. ഇതുപോലെ തന്നെ ഒരു കാര്യം 2009 മമ്മൂട്ടി ചിത്രമായ പട്ടണത്തിൽ ഭൂതത്തിലുമുണ്ട്. എന്തോ ഒരു സാധനം വെള്ളത്തിൽ പോയില്ലേ? പോയി, പക്ഷെ ആരും കണ്ടിട്ടില്ല സാർ. വണ്ടി ഇടിച്ച് നദിയിൽ വീണ മന്ത്രവാദി പൊങ്ങി വരുന്നത് ഒരു കടലിൽ നിന്നുമാണ്. പക്ഷെ അതൊരിക്കലും തന്നെ ഒരു മാച്ച് കട്ടായി തോന്നുകയുമില്ല. കമ്പ്യൂട്ടറിനെ കുറിച്ചും ഇന്റർനെറ്റിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ മലയാളികൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമ. ഇനി നമ്മൾ അഡോഫോമിൽ വർക്ക് ചെയ്യുന്നു. യെസ്, ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഫീൽഡ് ആൻഡ് മാച്ചിങ്. ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. ISRO പോലും നൽകാതെ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മലയാളി. കീബോർഡിലെ ചില അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഒരു നിഴലിൽ നിന്നും മനുഷ്യരൂപം കണ്ടെത്തുന്നത്. ഇതേ ആൾ തന്നെ മറ്റൊരു സോഫ്റ്റ്വെയർ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇലാസ്റ്റിക് റിയാലിറ്റി എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരാളുടെ മുഖം മറ്റൊരാളുടേതാക്കി മോർഫ് ചെയ്ത് മാറ്റാൻ കഴിയും. മോർഫ് ചെയ്യാൻ ആദ്യം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല പിന്നീട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് ഫോട്ടോഷോപ്പ് ആണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം ഈ ടൂൾസ് കണ്ടാൽ. വില്ലൻ കൊലപാതകം നടത്തുകയും അത് വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. വില്ലന്റെ തല മാറ്റി പകരം മറ്റൊരാളുടെ തല വീഡിയോയിൽ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ മമ്മൂട്ടി വിവരിക്കുന്നത് ഒരു ഇമേജ് മറ്റൊരു ഇമേജാക്കി എങ്ങനെ മാറ്റാം എന്ന് മാത്രമാണ്. ഒരു വീഡിയോയിൽ മറ്റൊരാളുടെ തല വെച്ച് എങ്ങനെ വീഡിയോ ആക്കി മാറ്റാമെന്ന് എവിടെയും പറയുന്നില്ല. ഡോക്ടർ മോഹനും തമ്മിൽ എങ്ങനെ ഇഷ്ടമാണോന്നാ ഞാൻ ചോദിച്ചത്. 1991 മമ്മൂട്ടി ചിത്രം അടയാളത്തിൽ കാറിനെ ഓവർടേക്ക് ചെയ്തു പോകുന്ന സൈക്കിൾ നമുക്ക് കാണാം. അതേ സിനിമയിൽ തന്നെ ഇങ്ങനെയൊരു രംഗം കാണാം.
ചില്ല് പൊളിക്കാൻ വേണ്ടി ജനൽ തിരഞ്ഞെടുക്കുമ്പോൾ ജനലിനകത്ത് ജനൽ കമ്പികൾ വ്യക്തമായി കാണാം. എന്നാൽ ചില്ല് പൊളിച്ചതിന് ശേഷം അത് അപ്രത്യക്ഷമാകുന്നു. ഡോറുകൾ മാത്രമുള്ള മറ്റേതോ ജനലാണ് പിന്നീട് കാണിക്കുന്നത്. ഇതേ മാജിക് ബിന്ദു പണിക്കർ 1993 വാത്സല്യത്തിലും കാണിച്ചിട്ടുണ്ട്. അച്ഛൻ വെടിവെലി നിർത്തിയിട്ട് ചുമ മാറും. അടുക്കളയിലേക്ക് കയറുമ്പോൾ ഡ്രസ്സിന്റെ നിറം നീലയായിരുന്നെങ്കിൽ അകത്തെത്തുമ്പോൾ അത് ചുവപ്പായി മാറുന്നു. വീണ്ടും പുറത്തേക്കിറങ്ങുമ്പോൾ അത് നീല തന്നെയായി മാറുകയും ചെയ്യുന്നു. 2003 മമ്മൂട്ടി ചിത്രമാണ് ക്രോണിക് ബാച്ചിലർ. മമ്മൂട്ടിയുടെ കൈകളുടെ ശക്തി അപാരം തന്നെയല്ലേ. ഇത്രയും ശക്തി ബാഹുബലിക്ക് പോലും ഉണ്ടാകില്ല. ഇതേപോലെ ആള് മാറുന്ന രംഗം 2005 പുറത്തിറങ്ങിയ അൻവർ റഷീദിന്റെ രാജമാണിക്യം എന്ന ചിത്രത്തിലുമുണ്ടെന്ന് അതുൽ സത്യ കമന്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ രംഗം കഥയിൽ രണ്ടും രണ്ട് സ്ഥലത്ത് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു സീനിൽ നിന്നും മറ്റൊരു സീനിലേക്ക് എത്തുമ്പോൾ ഒരുപോലെയുള്ള സാധനങ്ങൾ കാണിക്കുന്നതിനെയാണ് മാച്ച് കട്ട് എന്ന് പറയുക. അങ്ങനെ ഒരു മാച്ച് കട്ടാണ് ഈ രംഗം. മറ്റൊരു LJP ചിത്രം നൻപകൽ നേരത്ത് മയക്കം. സിനിമയിലെ ഒരു ബസ് യാത്രാ രംഗമാണിത്. ലോഡ്ജിൽ നിന്നും ഇറങ്ങി യാത്ര തുടങ്ങുമ്പോഴാണ് ഈ രംഗം വരുന്നത്. വണ്ടി നിർത്തി ഭക്ഷണം കഴിച്ച് യാത്ര തുടരുകയാണ്. അതായത് ഒരേ രംഗം വ്യത്യസ്ത ശബ്ദം ഉപയോഗിച്ച് രണ്ട് സ്ഥലങ്ങളിൽ കാണിച്ചിരിക്കുകയാണ്. ഇതൊരു ലൂപ്പിൽപ്പെട്ട് ഒരേ സ്ഥലത്തു കൂടി യാത്ര വീണ്ടും വീണ്ടും തുടരുന്നതല്ല, മറിച്ച് അറിഞ്ഞോ അറിയാതെയോ ബസിന്റെ മുമ്പിലേക്കുള്ള ഷോട്ട് എടുത്തത് വീണ്ടും വീണ്ടും കാണിച്ചപ്പോൾ ആദ്യം കാണിച്ചത് തന്നെ കാണിച്ചു പോയതാണ്. സിനിമയിൽ ആദ്യം മമ്മൂട്ടി തന്റെ വസ്ത്രങ്ങൾ അയച്ച് ഒരു അയലിൽ വെക്കുന്നതായി കാണാം. പിന്നീട് ആ വസ്ത്രം പൂങ്കുഴലി ജെയിംസിന്റെ ഭാര്യയ്ക്ക് നൽകുന്നുമുണ്ട്. എന്നാൽ അതിന് ശേഷമുള്ള ഷോട്ടിലും ആ അയലിൽ ആ വസ്ത്രങ്ങൾ അവിടെ തന്നെ കാണുന്നുണ്ട്. അതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. ബ്രില്യൻസുകൾ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അതും ബ്രില്യൻസ് ആക്കി മാറ്റാവുന്നതാണ്. സിനിമയിലെ ചില കട്ട് ചെയ്യാത്ത അബദ്ധങ്ങളെ കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത്. മമ്മൂട്ടി ചിത്രം ജോണി വാക്കറിലെ ഒരു രംഗമാണിത്. ഈ രംഗത്തിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ പിന്നോട്ട് പോകുന്നത് വ്യക്തമായി കാണാം. അവസരോചിതമായി ജഗതി ശ്രീകുമാർ ഓട്ടോയെ പിടിച്ചു നിർത്തുന്നതും അത് പിന്നോട്ട് പോവാതിരിക്കാൻ അതിൽ ചാരി നിൽക്കുന്നതും കാണാം. അഭിനയിക്കുന്നതിനിടയിൽ തന്നെ സീനിന്റെ സ്വാഭാവികത നഷ്ടപ്പെടാതെ വളരെ രസകരമായി തന്നെ ഈ കാര്യം ജഗതി ശ്രീകുമാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓരോ സിനിമയ്ക്കും ഓരോ തരത്തിലാണ് ലോജിക് ഉണ്ടാവുക. ഫാന്റസി സിനിമകളിലെ ലോജിക് ആയിരിക്കില്ല ചിലപ്പോൾ മറ്റു സിനിമകളിൽ ഉണ്ടാവുക. കോമഡി, കാർട്ടൂൺ ടൈപ്പ് സിനിമകളിലെ ലോജിക് മറ്റൊരു തരത്തിലായിരിക്കും. ചില ചെറിയ അബദ്ധങ്ങളാൽ ലോജിക് നഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചാണ് നാം ഇനി സംസാരിക്കുന്നത്. മമ്മൂട്ടിയുടെ നേരറിയാൻ CBI എന്ന സിനിമയിൽ കൊലയാളിയെ കണ്ടെത്താൻ സഹായിക്കുന്നത് കൊല ചെയ്യുന്ന സമയത്ത് കൊലയാളിക്കുണ്ടാകുന്ന ഒരു മുറിവായിരുന്നു. 3-4 ദിവസം മുമ്പുണ്ടായ മുറിവ് പെട്ടെന്ന് എങ്ങനെ അപ്രത്യക്ഷമായി? അടുത്ത ദിവസം വീണ്ടും ആ മുറിവ് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? കൊല ചെയ്യുന്ന സമയത്ത് ആ മുറിവുണ്ടാകുന്നതെല്ലാം സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ കൊല ചെയ്ത് പിറ്റേന്ന് രാവിലെ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ആദ്യമായി ശവശരീരം കാണുന്ന ഒരു രംഗമായിരുന്നു അത്. പക്ഷേ ആ രംഗത്തിലൊന്നും തന്നെ കൊലയാളിയുടെ കയ്യിൽ ഒരു മുറിവും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സിനിമയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമായിരുന്നു ആ മുറിവ്. ആ മുറിവാണ് ആ രംഗത്ത് മറന്നു കളഞ്ഞത്. ന്യൂഡൽഹി സിനിമയിലും അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് നമുക്ക് കാണാവുന്നതാണ്. മമ്മൂട്ടിയുടെ GK എന്ന കഥാപാത്രത്തിന്റെ വലതു കൈക്ക് ചലനമില്ല എന്ന് സിനിമയിൽ പലയിടത്തായി കാണിക്കുന്നുണ്ട്. എന്നാൽ സിനിമയിലെ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. എന്നാൽ ഈ ഒരു രംഗത്തിൽ മാത്രം ചലനമില്ലാത്ത വലത് കൈകൊണ്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങുന്ന മമ്മൂട്ടിയെ നമുക്കവിടെ കാണാം. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലും അതുപോലെ തന്നെ പീഡന സമയത്ത് മറ്റൊരിടത്താണെന്ന് കാണിക്കാൻ വേണ്ടി ഫോട്ടോകളാണ് കാണിക്കുന്നത്.
നായകൻ 2 സിനിമകളിലും അത് പൊളിച്ചടക്കുന്നുണ്ട്. അഭിഭാഷകന്റെ കേസ് ഡയറി സിനിമയിൽ ഒരു ഫോട്ടോ മമ്മൂട്ടി നോക്കുന്ന രംഗമുണ്ട്. നിഴലിനെ തന്നെ ചെറിയൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് നമുക്ക് ഇവിടെ കാണാം. മമ്മൂട്ടി ഫോട്ടോ പിടിച്ചിരിക്കുന്നത് ഒരു കൈ കൊണ്ടാണ്. പക്ഷേ ഫോട്ടോ കാണിക്കുന്ന ക്ലോസപ്പ് ഷോട്ടിൽ അവിടെ 2 കൈകളും പിടിക്കുന്നതായി കാണാം. വീണ്ടും കാണിക്കുമ്പോൾ ഒരു കൈയിൽ മാത്രമാണ് ഫോട്ടോ ഉള്ളത്. സിദ്ദിഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ഹിറ്റ്ലറിലും അതുപോലൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് നമുക്ക് കാണാം. ബൈക്ക് പൂർണ്ണമായും നിലത്തിട്ടുകൊണ്ടാണ് മമ്മൂട്ടി ഓടുന്നത്. എന്നാൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ബൈക്ക് ചെരിച്ചു വെച്ചതായി കാണാം. ആരായിരിക്കും ഇത് ചെയ്തത്? 1985-ൽ ഡെന്നിസ് ജോസഫ് എഴുതി ജോഷി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് നിറക്കൂട്ട്. ചിത്രത്തിൽ അടുത്ത ദിവസം ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം ഈ രംഗത്ത് സംസാരിക്കുന്നത്. എനിക്ക് ഇന്നലെ സംശയം ഉണ്ടായിരുന്നു. നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം. കള്ളി പറ്റിച്ചളഞ്ഞല്ലോ. തന്റെ താടിയോ? അതിന്നവൻ ഷേവ് ചെയ്തില്ല. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരും. നിങ്ങൾ ഇന്നലെ ഒരു രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ താടിയിലുണ്ടായ വളർച്ച അത്ഭുതകരമാണ്. ആദ്യ സീനിന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും രണ്ടാമത്തെ സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ സമയത്ത് താടിയിലുള്ള കണ്ടിന്യൂറ്റി ശ്രദ്ധിച്ചില്ല. 1991-ൽ ജോമോൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ശ്വേതാ മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അനശ്വരം. കാതറിന്റെ കൊലപാതകവും ഡാനിയുടെ റിവെഞ്ചുമാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിൽ ഒരു ക്രിസ്മസ് ദിനത്തിലാണ് കാതറിൻ കൊല്ലപ്പെടുന്നത്. ഇന്നൊരു നല്ല ക്രിസ്മസ് അല്ലാടി, പിന്നെ എന്ത് ചെയ്യാനാ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് ഡാനി കാതറിന്റെ കല്ലറ സന്ദർശിക്കുന്ന ഒരു രംഗമുണ്ട്. ആ കല്ലറയിൽ മെയ് 7-ാം തീയതിയാണ് കാതറിൻ മരിച്ചതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനായിരിക്കാം ഈ സിനിമയിൽ ഡിസംബറിൽ നിന്നും മെയ് മാസത്തിലേക്ക് ക്രിസ്മസ് മാറ്റിവെച്ചത്? 2005-ൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് രാജമാണിക്യം. ചിത്രത്തിൽ ബെല്ലാരി രാജയ്ക്ക് ചെറുപ്പത്തിൽ ഒരു കണ്ണിന് അപകടം പറ്റിയതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അന്ന് പാതി ഭാഗം ഇരുട്ടായി പോയതൊക്കെ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. അത്താണ് ഇഞ്ചക്ഷൻ. എന്നാൽ ഈ രംഗത്ത് മമ്മൂട്ടിയുടെ 2 കണ്ണുകൾക്കും ഒരു പ്രശ്നവുമില്ലാതെ വ്യക്തമായി കാണാവുന്നതാണ്. എല്ലാ സീനിലും മേക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് കണ്ണിനൊരു പരിക്ക് കാണിക്കുന്നതിന് പകരം എല്ലാ സീനിലും ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടാണ് മമ്മൂട്ടിയെ കാണിക്കുന്നത്. ഈ സീനിൽ വളരെ ട്രാൻസ്പെറന്റ് ആയ ഗ്ലാസ് ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം കണ്ണുകൾ വ്യക്തമായി കാണുന്നത്. ചട്ടമ്പിനാട് സിനിമയിലെ മമ്മൂട്ടിയുടെ ഈ ഒരു സീനിൽ വെടിവെക്കുമ്പോൾ ലോക്കിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അതിനുശേഷമാണ് ലോക്ക് പൊട്ടിയതായി കാണിക്കുന്നത്. വിവേകായിരുന്നു അതിനുത്തരം ആദ്യമായി കമന്റ് ചെയ്തത്. സിനിമയിൽ ജനക്കൂട്ടത്തെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരിക എന്നത് ചിലവേറിയ കാര്യമാണ്. കുറച്ചു പേരെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പേരായി കാണിക്കുന്നതോ അല്ലെങ്കിൽ മുഴുവനായും 3Dയിൽ ക്രിയേറ്റ് ചെയ്ത ജനക്കൂട്ടത്തെ കാണിക്കുന്നതോ വളരെ ദൂരെ നിന്നുള്ള ഷോട്ടുകൾക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുക. 2010-ൽ വൈശാഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി പൃഥ്വിരാജ് ചിത്രമായ പോക്കിരാജയിലും അത്തരത്തിലുള്ള ഒരു രംഗമുണ്ട്. ഈ ഷോട്ടിൽ വന്നിരിക്കുന്ന ഒരാൾ തന്നെ അപ്പുറത്ത് വീണ്ടും നിൽക്കുന്നു, അതിനപ്പുറത്ത് അയാൾ വീണ്ടും ഉണ്ട്. ഇതിലെ പ്രശ്നം എന്തെന്നാൽ വളരെ അടുത്തുള്ള ഷോട്ടിലാണ് ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രെയിമിൽ ഒരാളെ 3-4 പേരായി വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. വീരഗാഥ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി ചന്തുവും ഉണ്ണിയാർച്ചയും. ചൂടുമാറ്റം കഴിയട്ടെ, നമുക്കിതിന്റെ ബലം ഒന്ന് കൂട്ടണം. അവരുടെ ചെറുപ്പകാലം അഭിനയിച്ചിരിക്കുന്നത് വിനീതും ജോമോളുമാണ്. അവർ വലുതാകുമ്പോൾ മമ്മൂട്ടിയും മാധവിയുമാണ് ഈ റോളുകൾ ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ കണ്ണ് ജനിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമോ മരണം വരെ അതങ്ങനെ തന്നെയായിരിക്കും. ചന്തുവിന്റെ ചെറുപ്പകാലം അഭിനയിച്ച വിനീതിന് പൂച്ചക്കണ്ണാണ്, പക്ഷേ വലുതാകുമ്പോൾ മമ്മൂട്ടിക്ക് പൂച്ചക്കണ്ണില്ല. ഉണ്ണിയാർച്ചയുടെ ചെറുപ്പകാലം അഭിനയിച്ച ജോമോളിന് പൂച്ചക്കണ്ണില്ല, പക്ഷേ വലുതാകുമ്പോൾ മാധവിയുടെ കണ്ണുകൾ പൂച്ചക്കണ്ണാണ്. അഗാധമായ സ്നേഹത്തിൽ അവർ പരസ്പരം കണ്ണുകളും കൈമാറിയതായിരിക്കാം. സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് മാസ്റ്റർ പീസ്. മുകേഷിന്റെ കഥാപാത്രം എഡ്വേർഡ് ലിവിങ്സ്റ്റൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയയിൽ ഗൂഗിൾ കാണിക്കുന്നത് എഡ്വേർഡ് ലിവിങ്സ്റ്റൺ ആരാണെന്നും അയാളെക്കുറിച്ചുള്ള കഥയുമാണ്. പിന്നീടാണ് അറിഞ്ഞത് മമ്മൂട്ടി ആന്റോ ആന്റണി IPS ആണെന്ന്. അപ്പോൾ പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണിച്ചത് ആരെക്കുറിച്ചാണ്? ഉണ്ണി മുകുന്ദന്റെയും ഷാജോണിന്റെയും പോലീസ് കഥാപാത്രങ്ങൾ
അവർ ഒറ്റക്കുള്ള സമയത്തും കൊലപാതകത്തെക്കുറിച്ചും കൊലപാതകയെ കണ്ടെത്തേണ്ടതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ അവർ രണ്ടുപേരും തന്നെയാണല്ലോ കൊല ചെയ്തത്. പിന്നീട് എന്തിനു വേണ്ടിയാണ് അവർ ഇങ്ങനെ സംസാരിക്കുന്നത്? 1999 റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ പൊളിറ്റിക്കൽ ക്രൈം ചിത്രമാണ് സ്റ്റാലിൻ ശിവദാസ്. ഈ ചിത്രത്തിലെ ക്ലൈമാക്സിലെ ഒരു രംഗമാണിത്. ഈ രംഗത്തിലും മമ്മൂട്ടി ഒരു മാജിക് കാണിച്ചിരിക്കുകയാണ്. ആ വടിയുടെ അഗ്രഭാഗം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എറിഞ്ഞതിന് ശേഷം വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വടിയുടെ അഗ്രഭാഗം മുനയുള്ളതായി മാറുകയാണ് സുഹൃത്തുക്കളെ. 93 റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രമാണ് ധ്രുവം. ചിത്രത്തിന്റെയും ക്ലൈമാക്സിൽ ഈ രംഗം ഒന്ന് കാണൂ. വെപ്പുകാലാടുന്ന ആട്ടമാണത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് 2004 റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് ബ്ലാക്ക്. എവിടെയാണ് കുത്തുന്നതെന്ന് കാണിക്കുന്നില്ലെങ്കിലും നെഞ്ചത്തല്ല എന്ന് ഉറപ്പാണ്. കാരണം നെഞ്ചിന്റെ ഭാഗം നമുക്ക് കാണാം. പക്ഷെ പിന്നീട് മമ്മൂട്ടി വന്ന് നോക്കുമ്പോഴേക്കും ആ കുത്ത് നെഞ്ചത്താണ്. ആ കുത്ത് മാറിക്കൊണ്ടു അഥവാ മാറിക്കൊണ്ട കുത്ത്. 2001 ജോഷി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് ദുബായ്. തലയിൽ വെടികൊണ്ടതിന് ശേഷം സോറി പറയാനുള്ളത്രയും സമയം NF വർഗീസിന്റെ കഥാപാത്രം ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നിലത്ത് നിൽക്കുന്ന ആളുടെ തലയിൽ തട്ടും വിധം ഒരിക്കലും തന്നെ ഹെലികോപ്റ്ററിന്റെ ഫാൻ വരികയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ഹെലികോപ്റ്ററിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുക? മുമ്പത്തെ സീനിൽ ഹെലികോപ്റ്ററിന്റെ അടുത്ത് നിൽക്കുന്ന മമ്മൂട്ടിയുടെ തലയല്ലേ അങ്ങനെയാണെങ്കിൽ ആദ്യം പോകേണ്ടത്? ഹെലികോപ്റ്റർ ഭൂമി തുരന്ന് താഴേക്ക് പോയാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. മറിച്ചിടുമ്പോഴേക്കും ആ സ്ഥലം ആകെ മാറിപ്പോയി ഒരു കടൽ തീരമായി മാറുന്നു. 1995 റിലീസ് ചെയ്ത ഷാജി കൈലാസ് ചിത്രമാണ് ദ കിങ്. I said take your hands off him, you fool. You ഈ സീനിൽ മമ്മൂട്ടിയുടെ ഒരു മാജിക് നമുക്ക് കാണാം. വ്യക്തമായി കാണാം മമ്മൂട്ടി ഒരു കറുത്ത നിറമുള്ള പാൻസാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 സെക്കൻഡ് കൊണ്ട് പാൻസ് മാറി ഒരു വെള്ള നിറത്തിലുള്ള മുണ്ടായി മാറുന്നു. ഒരു ഡയലോഗ് പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പാൻസ് മാറി മുണ്ടാകുന്നത്. 1 സെക്കൻഡിന്റെ മാജിക്കിൽ പാൻസ് മാറി മുണ്ടെടുക്കാൻ മാത്രമല്ല, അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.